ടെഹ്റാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്താണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. IRIB ചാനൽ ആസ്ഥാനത്ത് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെയാണ് മിസൈൽ പതിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. صدایی که شنیدید صدای متجاوز به خاک وطن، صدای متجاوز به صدای حق و حقیقت است. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استودیو അശ്വിനിയുണ്ട് വിവരങ്ങളുമായി. അശ്വിനി, ഈ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. IRIB ചാനൽ ആസ്ഥാനത്ത് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെയാണ് ഇപ്പോൾ മിസൈൽ പതിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. നേരത്തെ തന്നെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി അടക്കം ഇത് പറയുകയുണ്ടായി, ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അതായത് ഇറാന്റെ ദേശീയ ചാനൽ അടക്കം അവരുടെ ഈ പ്രൊപ്പഗണ്ടയ്ക്കടക്കം ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെ ലക്ഷ്യമിടുന്നു എന്ന് ഇസ്രായേൽ കാപ്സ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ ഇറാന്റെ ദേശീയ ചാനലിന് മാധ്യമത്തിന് നേരെ ഉണ്ടാകുന്നത്. IRIBയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു മാറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ചാനലിന്റെ പ്രവർത്തനം തുടരുന്നത്. ചാനലിന്റെ പ്രവർത്തനത്തിന് തത്സമയ സംപ്രേഷണത്തിനിടയ്ക്കാണ് ഇത്തരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾ സ്റ്റുഡിയോയിലേക്ക് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും ചാനൽ സംപ്രേഷണം പുനരാരംഭിച്ചിട്ടുണ്ട്. ഏത് ആക്രമണത്തെയും തങ്ങൾ നേരിടുമെന്ന തരത്തിലുള്ള സന്ദേശങ്ങളടക്കം നൽകിക്കൊണ്ടാണ് ചാനലിന്റെ സംപ്രേഷണം പുനരാരംഭിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇത്തരത്തിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് തന്നെ പറയണം. ഇപ്പോൾ ഇറാൻ ശരിക്കും പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണെന്ന് പറയേണ്ടി വരും ഈ ഒരു പുതിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ. അതേസമയം ഇസ്രായേലിന് തിരിച്ച് ശക്തമായ മറുപടി നൽകുമെന്നൊക്കെ ഇറാൻ പ്രതികരിക്കുന്നുണ്ടെങ്കിലും പുതിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതേസമയം ഇതിന്റെ തുടർച്ചയെന്നോണം ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ ഇന്ന് വീണ്ടും ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതുപോലെ തന്നെ ഇറാന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. ടെല്ലവീവിലെ അടക്കമുള്ള ജനങ്ങളോട് മാറണം എന്ന തരത്തിലുള്ള ഇറാന്റെ മുന്നറിയിപ്പ് വന്നതായും അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BBC-യിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് ആക്രമണത്തിന്റേത്. ഇതിനിടയിൽ ഈ ഇറാന്റെ നോബൽ സമ്മാന ജേതാക്കളും അതുപോലെ കാൻ ഫിലിം ഫെസ്റ്റിവലിലടക്കം സമ്മാനം നേടിയ ആൾക്കാരും ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നടക്കം ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നുള്ളതടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ഉണ്ടായിരുന്നു. UK-യും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ആണവോർജ ഏജൻസി IAEA-യുടെ ഒരു മുന്നറിയിപ്പാണ്. അതായത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ ആക്രമണത്തിൽ ഇത്തരത്തിലൊരു ന്യൂക്ലിയർ സൈറ്റുകളുടെ അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ കേന്ദ്രങ്ങളുടെ അവിടെ നിന്നും കണ്ടാമിനേഷൻ, അതായത് ആണവ വികിരണങ്ങൾ അല്ലെങ്കിൽ ആണവ വസ്തുക്കൾ പുറത്തേക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് IAEA ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഭവമാണ്. കാരണം ആണവ വികിരണങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇറാനും മാത്രമായിരിക്കില്ല, സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുക്കമാക്കി ഇതിന്റെ വികിരണങ്ങൾ പുറത്തു വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മനുഷ്യജീവനടക്കം ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള പല ഭീഷണികൾ ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അഖില, അഗസ്റ്റ് സെബാസ്റ്റ്യൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഗസ്റ്റ്, ഇത് ഗൗരവകരമായ കാര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു കനത്ത തിരിച്ചടി ഇറാൻ നൽകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അഖില, നേരത്തെ തന്നെ ഇസ്രായേൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ടെഹ്റാന്റെ വ്യോമ മേഖലയിൽ നിയന്ത്രണം പൂർണ്ണമായി ഇസ്രായേലിന്റെ കയ്യിലാണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇവാക്യുവേഷൻ മുന്നറിയിപ്പുകളൊക്കെ തന്നെ നേരത്തെ നൽകിയിരുന്നു.
അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ കെട്ടിടങ്ങളും സൈനിക കേന്ദ്രങ്ങളും, അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബോംബിംഗ് ആണ് ഇസ്രായേൽ വ്യോമസേന ഇപ്പോൾ ടെഹ്റാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ബോംബിംഗ് നടക്കുന്നു. ആ ബോംബിംഗ് നടക്കുന്നതിനിടയിൽ ആണ് ആങ്കർ ലൈവിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ആങ്കർ ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് കാണുന്നത്. ഇത് സ്ഥിരീകരിക്കുന്നത് ടെഹ്റാനിലെമ്പാടും ഇസ്രായേൽ IDF വലിയ തരത്തിലുള്ള വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അവരുടെ നിയന്ത്രണം, സൈനികമായ നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞു. വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം ഇന്ന് ഈ വൈകുന്നേരത്തിന് ശേഷം ഇറാൻ നടത്തിയിട്ടില്ല എന്നതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വലിയ രീതിയിലുള്ള ഇറാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. എന്തായാലും നേരത്തെ തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ, ആയുധ സംഭരണശാലകളൊക്കെ തന്നെയും ആക്രമിക്കാനുള്ള വഴിയിലാണ് ഇസ്രായേൽ സേന എന്നത് നേരത്തെ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഒരു എയർബേസ് സന്ദർശനത്തിനിടെ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ ടെഹ്റാനിന്റെ 3ാം ജില്ല ഡിസ്ട്രിക്ട് 3 അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നേരത്തെ IDF കൊടുക്കുകയും അതിന്റെ കൂടെ ടെഹ്റാനിന്റെ ആകാശ നിയന്ത്രണം പൂർണ്ണമായ ഏരിയൽ കൺട്രോൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൽ ഇറാന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണം ഇല്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ, ഔദ്യോഗിക പ്രസ്താവനകളൊക്കെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ സേനയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരുന്നു. തീർച്ചയായും അത്തരത്തിൽ നാം പ്രതീക്ഷിക്കേണ്ട സാഹചര്യങ്ങളോടെ ഇനിയും വലിയ രീതിയിലുള്ള ആക്രമണം, ടെഹ്റാന്റെ നിയന്ത്രണം, രാഷ്ട്രീയ നിയന്ത്രണവും നഷ്ടമാകുന്ന സാഹചര്യത്തെ കൂടി നമ്മൾ കരുതിയിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതിന് സബാനി, ആണവായുധ നിർമ്മാണ ശാലയ്ക്ക് എന്തെങ്കിലും ഇസ്രായേൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അത് ഇറാൻ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിശദാംശങ്ങളാണ് നൽകാൻ കഴിയുക? നിലവിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ പദ്ധതികളൊക്കെ പുരോഗമിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ തന്നെയും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അതിൽ നദാൻസ് ആണ് പൂർണ്ണമായി തകർന്നു പോയതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കം അത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് കേന്ദ്രങ്ങളിലെ കേടുപാടുകളോ അല്ലെങ്കിൽ എത്രത്തോളം നാശനഷ്ടം അവർക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ പൂർണ്ണമായ വിവരം ലഭ്യമല്ല. അതുതന്നെയാണ് ഇസ്രായേലിനെ ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു ആക്രമണത്തിന് ഭേദിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയാത്തതുമായ ആണവ കേന്ദ്രമുള്ളത് ഖോം നഗരത്തിനടുത്തുള്ള ഫോർദോയിലാണുള്ളത്. അതൊരു പർവ്വതത്തിന്റെ ഉള്ളിലാണത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഭൂഗർഭത്തിലേക്ക് വലിയ രീതിയിൽ വ്യാപിച്ച രീതിയിൽ ആണ് പലതരത്തിലുള്ള ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് വലിയ കേടുപാടുകളൊന്നും തന്നെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷ്യങ്ങളാണ്, പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനുള്ളത്. അതൊന്ന് ഇറാന്റെ ആണവ പദ്ധതികൾ, അതായത് അവർ യുറേനിയം എൻറിച്ച്മെന്റ് 60% കഴിഞ്ഞു. അത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും വെപ്പൺ ഗ്രേഡിലേക്ക് മാറുന്നു. U-235 എന്ന് പറയുന്ന ആറ്റമിക് നമ്പറുള്ള യുറേനിയമാണ് അവർ എൻറിച്ച് ചെയ്ത് ശുദ്ധീകരിച്ച് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും സ്ഥിരീകരിച്ച കാര്യമാണ്. അതിലേക്ക് എത്തുമ്പോൾ ഇറാന് ആണവ ബോംബ് ഉണ്ടാകും എന്ന കാര്യം എല്ലാവരും തന്നെ, ഏതാണ്ട് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പോലും അത് അംഗീകരിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ അതിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം നേടുക എന്നതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്ന കാര്യം. ഒപ്പം തന്നെ അവരുടെ മിസൈൽ സംവിധാനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് നെതന്യാഹു ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ പ്രഖ്യാപിച്ചത്. ഇത് നേടാൻ പോകുന്നു എന്നാണ് അല്പം മുമ്പ് അദ്ദേഹം പറയുന്നത്. അത് ഏതായാലും ഇത് ഈ ആണവ പദ്ധതികൾ പുരോഗമിക്കുന്ന കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് അവർ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ അതിന്റെ നാശനഷ്ടം ഏതാണ്, എങ്ങനെയാണ് എന്നതൊക്കെ നമുക്ക് ഉടൻ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ സ്ഥിരീകരണം, വെരിഫിക്കേഷൻ ഒക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതുമുണ്ട്. അഖില.
റബാന, ഈ പൂർണ്ണാർത്ഥത്തിൽ യുദ്ധത്തിലേക്ക് എന്നൊരു സംശയം ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രത്യാക്രമണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ഒരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നത് ഇറാന്റെ മുക്കിലും മൂലയിലും ആക്രമണം നടത്തുമെന്നായിരുന്നു. ഇന്ന് അദ്ദേഹം ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളെ ഓരോന്നും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്, പൂർണ്ണാർത്ഥത്തിലേക്ക് ഒരു യുദ്ധത്തിലേക്കാണോ പശ്ചിമേഷ്യ പോകുന്നത് എന്നത്? തീർച്ചയായും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടക്കുന്നത് യുദ്ധം തന്നെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു വാർ സിറ്റുവേഷൻ അല്ല എന്ന് നമ്മൾ പുതിയ ആധുനിക യുദ്ധരീതികൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് കൂടുതലായി സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ല. നമുക്കത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളിലേക്ക് തന്നെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വ്യാപകമായ ഒരു ബോംബിംഗ് ഒരു രാജ്യത്തിന് മേൽ നടത്തുകയല്ല ആധുനിക ഒരു യുദ്ധരീതി. അതുകൊണ്ടാണ് നമ്മളിത് യുദ്ധമാകുമോ എന്ന നിലക്കുള്ള സംശയങ്ങളൊക്കെ തന്നെയും പലപ്പോഴും അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്താൻ കാരണം. ഇത് അതായത് എവിടെയാണോ ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ, മിലിറ്ററി സംവിധാനങ്ങൾ, അതിന്റെ ലീഡർഷിപ്പ്, അവരെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പ്രിസിഷൻ അറ്റാക്കിലേക്ക് തന്നെ ഏതാണ്ട് ലോക യുദ്ധങ്ങളൊക്കെ തന്നെ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. യുക്രൈൻ ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യ യുദ്ധം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിന് മറുപടിയായി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യാക്രമണത്തിന്റെ സമയത്താണ് അത് സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നതാണ് ഇതിന്റെ സൈക്കോളജിക്കൽ ലെവല് അല്ലെങ്കിൽ നയതന്ത്ര രംഗത്ത് എടുത്തു കാട്ടപ്പെടുന്ന പ്രശ്നം. അത് യുക്രൈന്റെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതായത് റഷ്യ യുക്രൈനിലേക്ക് പലപ്പോഴും നടത്തുന്നത് അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും സിവിലിയൻ ഏരിയയിലേക്ക് തന്നെ ആക്രമണം നടത്തുമ്പോൾ യുക്രൈന്റെ പ്രത്യാക്രമണം ശ്രദ്ധിച്ചാൽ അറിയാം, അത് അവരുടെ സൈനിക സംവിധാനങ്ങളൊക്കെ തന്നെയും കേന്ദ്രപ്പെട്ടുള്ള ആക്രമണങ്ങളാണ് പലപ്പോഴും നടത്താറുള്ളത്. അതുപോലെ തന്നെയാണ് ഈ വാർഫെയറിലും നടക്കുന്ന കാര്യം. അതാണ്, ഇത് യുദ്ധം തന്നെയാണ്. യുദ്ധം എന്ന നിലയ്ക്ക് തന്നെ നമ്മളതിനെ കാണണം. കാരണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബ്രീച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് കരുതി ആ രാജ്യത്തേക്ക് ആക്രമണം നടത്തുകയും അതിന്റെ മിലിറ്ററി സംവിധാനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം ഇവരെയൊക്കെ തന്നെ മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുമ്പോൾ തന്നെ അത് യുദ്ധമായി മാറാൻ കഴിയും. ആ നിലയിലാണ് ഇറാൻ-ഇസ്രായേൽ ഈ യുദ്ധത്തെ നമ്മൾ കാണേണ്ടത്. ഇത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോക രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന നിലയ്ക്ക് തന്നെ നമ്മളതിനെ കാണേണ്ടത് കൂടിയുണ്ട്. അശ്വിനിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിനി, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. പ്രതിരോധവുമായി അല്ലെങ്കിൽ പ്രത്യാക്രമണവുമായി ഇറാനും രംഗത്തുണ്ട്. ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയായിരിക്കും ഇതിൽ സമീപിക്കുക? ഇറാന് പിന്തുണ ആരൊക്കെയായിരിക്കും നൽകുക? ഇസ്രയേലിന് ആരൊക്കെയായിരിക്കും? ആ പശ്ചാത്തലം കൂടി ഒന്ന് വിശദീകരിക്കാം. നിലവിൽ അത്തരത്തിലൊരു നിലപാടുകളിലേക്ക് മറ്റ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ പോകുന്നില്ല അല്ലെങ്കിൽ പോയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ പിന്നെയും കടുത്ത നിലപാട് എടുത്തിട്ടുള്ളത് അമേരിക്ക മാത്രമാണ്. ഇസ്രായേലിനൊപ്പം അമേരിക്ക നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പോലും ഇന്നലെയും ഡൊണാൾഡ് ട്രംപ് അടക്കം കൈക്കൊണ്ട നിലപാട് എന്ന് പറയുന്നത് ഈ ഒരു സമവായ നീക്കം ഉണ്ടാകണമെന്ന തരത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം ഇപ്പോൾ പുതിയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ അല്ലെങ്കിൽ അമേരിക്കൻ യുദ്ധവിമാനം ക്യാരി ചെയ്യുന്ന ശേഷിയുള്ള കപ്പൽ വിയറ്റ്നാമിൽ നിന്ന് മധ്യേഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത ഇപ്പോൾ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USS നിമിറ്റ്സ് എന്ന് പറഞ്ഞ കപ്പലാണ് ഇപ്പോൾ മധ്യേഷ്യ ലക്ഷ്യമിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം. ഇതിനൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കാരണം വരും മണിക്കൂറുകളിൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു നിലപാടുകൾ അല്ലെങ്കിൽ വ്യക്തത നമുക്ക് കൂടുതൽ കൈവരൂ. ശരി അശ്വിനി, IRIB ചാനൽ ആസ്ഥാനത്താണ് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെ മിസൈൽ പതിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ബന്ധപ്പെട്ട വിവരങ്ങളാണ് അശ്വിനി എസും അഗ സെബാസ്റ്റ്യനും നൽകിയത്.